പാലക്കാട് ജില്ലയിലെ മോഡൽ ഇൻക്ലൂസീവ് സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട നെന്മാറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2025-26 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിസ്മയം എന്ന പേരിൽ കൊല്ലങ്കോട് സുന്ദര ഗ്രാമത്തിലേക്ക് പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. യാത്രയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുവിദ്യാർത്ഥികളും പങ്കുചേർന്നു. 17 ഭിന്നശേഷി വിദ്യാർത്ഥികളും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെ 98 വിദ്യാർത്ഥികളും 11 അധ്യാപകരും 13 രക്ഷിതാക്കളും പങ്കെടുത്തു. കൊല്ലങ്കോട്, നടുപ്പാടം, കുടിലിടം, ചിങ്ങൻചിറ, മുതലമട റെയിൽവേ സ്റ്റേഷൻ, പോത്തുണ്ടി ഉദ്യാനം എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര. നാടൻ പാട്ടിന്റെ ആലാപനവും മറക്കാത്ത അനുഭവമായി. മോഡൽ ഇംഗ്ലീഷിൻ്റെ സ്കൂളിൻ്റെ ഭാഗമായി ഇന്ന് ഈ പഠനയാത്ര എന്ന് പറയുന്ന വിനോദയാത്രയാണ് ഞങ്ങൾക്ക് തോന്നി. കാരണം ഞങ്ങൾക്ക് ഈ വീട്ടിലിരുന്ന് കുട്ടിയുടെ ഈ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇതൊക്കെ കൊണ്ട് ഒരു ഇതായിരുന്നു. ഈ സ്കൂളിലേക്ക് പോകുമ്പോഴും എന്തിനും ഈ വിനോദയാത്ര എന്ന് പറയുന്ന സമയത്തും ഭയങ്കരമായിട്ട് സന്തോഷകരമായ ഒരു യാത്രയാണ്. എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ സമയത്തും മറ്റുള്ളവരെ കാണുമ്പോഴും എല്ലാവരോടും ഇടപെടുമ്പോഴും നല്ലൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കും. കാരണം ഞങ്ങളും പരമാവധി വീട്ടിൽ മുഷിഞ്ഞിരിക്കുമ്പോൾ സമയത്തുള്ളൊരു വിഷമവും സങ്കടം ഇതെല്ലാം ഈ ഇവിടെ യാത്രയ്ക്ക് വരുമ്പോൾ സമയത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടീച്ചർമാർ, ഞങ്ങളുടെ ബോയ്സ് സ്കൂളിലെ ഹെഡ് മിസ്റ്ററും പിന്നെ ടീച്ചർമാരും ജയപ്രഭ ടീച്ചർ, മഞ്ജു ടീച്ചർ, ബാക്കി എല്ലാ ടീച്ചർമാരും സാറുമാരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരുടെ കഷ്ടം പറഞ്ഞു വെച്ചാൽ എങ്ങോട്ടും കൊണ്ടുപോകാൻ ഒരാളില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്തിനും ഏതിനും ടീച്ചർമാർ ഞങ്ങളുണ്ട് കൂടെ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളെ ഞാൻ എങ്ങോട്ടും ഞങ്ങൾ കൊണ്ടുപോകാനുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ഭയങ്കര സന്തോഷമുണ്ട്. പ്രധാനാധ്യാപിക സി ചന്ദ്രിക, PTA പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ, സീനിയർ അസിസ്റ്റന്റ് സി വിമല, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജയപ്രഭ, മാലതി, രേഖ എന്നിവർ നേതൃത്വം നൽകി. അവരുടെ രക്ഷിതാക്കളും കുട്ടികളും തന്നെ എല്ലാവരും വളരെ സന്തോഷം ആണ്. അവർക്ക് എത്ര പറഞ്ഞിട്ടും മതിയാവുന്നില്ല പാരൻസിന്. ഇനിയിപ്പോൾ ഇന്ന് ഈ സമാപന സമയത്ത് ഈ സന്ധ്യയിൽ തിരിച്ച് ഇനി വീട്ടിലേക്ക് ചെല്ലണ്ടേ എന്നുള്ളൊരു സങ്കടത്തിലാണ് എല്ലാവരും. വളരെ ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളെല്ലാം എനിക്കെന്താ പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. അത്രയും അവർ ആസ്വദിച്ചിട്ടുണ്ട്. അവർ ശരിക്കും ബസ്സിലൂടെ നടന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടിയ അവരുടെ ആ ഒരു അനുഭവം, അവർ ആസ്വദിച്ച സന്തോഷം, ആ രക്ഷിതാക്കൾക്ക് വീട്ടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടി ഈ കുട്ടികളുമായിട്ട് തന്നെ സമയം കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഏത് രീതിയിൽ അവർക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കണം അല്ലെങ്കിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചാലും കിട്ടാത്ത ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് പാരൻസ് പറയുമ്പോൾ തന്നെ മനസ്സിന് നിറഞ്ഞ സന്തോഷം തുളുമ്പുകയാണ്. കുട്ടികളിൽ പ്രായോഗിക ജ്ഞാനം നേടാൻ യാത്ര ഉപകരിച്ചതായി രക്ഷിതാക്കളും അധ്യാപകരും പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചതിൽ ടീച്ചേഴ്സിനും HM-നും പ്രഭ ടീച്ചർക്കും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾക്കും വല്ലാത്ത ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. ഈ കുട്ടികളൊക്കെ കളിക്കാനും നിറഞ്ഞിരിക്കാനും ഒക്കെ നല്ല കുടിലിടം ആ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ചിങ്ങഞ്ചിറയിലെ നാടൻ പാട്ട്, അതുപോലെ ഡാൻസും ഒക്കെ എല്ലാം ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റും നല്ല ഇഷ്ടമായി. UTV ന്യൂസ്, പാലക്കാട്.